സോയാബീൻ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ടെക്നിക്ക് ഇതിൽ ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. കുക്കിംഗ് റീൽസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോയാബീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് വെളുത്തുള്ളി, സവാള, ഒരു കഷ്ണം ഇഞ്ചി, 120 ഗ്രാം സോയയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചൂടായി വന്ന പാനിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന സവാളയും കൂടി ഒന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ നിറമൊക്കെ മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയുടെ നിറമൊക്കെ ഇവിടെ മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ സമയത്ത് വെളിച്ചെണ്ണ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മളുടെ മസാലപ്പൊടിയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ, അതുവരെ നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മളുടെ മസാലയ്ക്ക് ഇവിടെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ച് കെച്ചപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം, ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സോയാബീൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ ചെയ്യുന്ന ടെക്നിക്ക്, തലേദിവസം രാത്രി സോയാബീൻ വെള്ളവും ഉപ്പും ചേർത്ത് 10 മിനിറ്റ് തിളപ്പിച്ച് വേവിച്ചെടുത്തതിന് ശേഷം ഞാൻ വാർത്തിടും. രാവിലെ ബാലൻസ് ഉള്ള വെള്ളവും കൂടി പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷമാണ് ഞാനിത് ആഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും സോയാബീൻ കറിക്ക്. ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയണേ. ഏറ്റവും അവസാനം നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു 2 തണ്ട് വേപ്പിലയും കൂടി ഒന്ന് ആഡ് ചെയ്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പ് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോയാബീൻ ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.